ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അതിജീവനത്തിന്റെ സമരമുഖമാണ് സിവിൽ സ്റ്റേഷന് മുന്നിലെ OP രാമൻ റോഡിൽ ആരംഭിച്ച നാട്ടുകാരുടെ ധർണാ സമരം. ജനവാസ കേന്ദ്രത്തിന് നടുവിൽ ആരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റ് പൂട്ടണമെന്ന ശക്തമായ ആവശ്യവുമായാണ് ജനങ്ങൾ രംഗത്തെത്തിയത്. ആളുകളുടെ ഉറക്കം കെടുത്തി സാമൂഹ്യ വിരുദ്ധർക്ക് അഴിഞ്ഞാടാൻ തങ്ങളുടെ പ്രദേശത്തെ വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ജനവാസ കേന്ദ്രത്തിന് മുന്നിൽ ബീവറേജ് ഔട്ട്ലെറ്റ് വന്നതിനെതിരെ ജനരോഷം ശക്തം. സിവിൽ സ്റ്റേഷന് മുന്നിലെ ബീവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ നാട്ടുകാരുടെ ധർണാ സമരം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ ABVP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് പരിക്ക്. ആഗോളവൽക്കരണ നയങ്ങളുടെ ഫലമായി ക്രയശേഷി കുറയുകയാണെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. CITU ജില്ലാ സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കം. വാർത്തകൾ വിശദമായി. സ്വാശ്രയ വിഷയത്തിൽ ABVP നടത്തിയ DDE ഓഫീസ് മാർച്ച് അക്രമാസക്തം. പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. സ്വാശ്രയ വിഷയത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് DDE ഓഫീസിന് മുന്നിൽ നടന്ന ABVP മാർച്ചാണ് അക്രമാസക്തമായത്. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ആദ്യം ഉന്തും തള്ളുണ്ടായി. അതിനിടെ ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ DDE ഓഫീസ് കോമ്പൗണ്ടിലേക്ക് ചാടിയ ABVP പ്രവർത്തകരുമായി പോലീസ് ഏറ്റുമുട്ടി. സംഭവത്തിൽ ഒരു ഹോംഗാർഡിനും ഒരു പോലീസുകാരനും പരിക്കേറ്റു. തുടർന്ന് പുറത്തു നടന്ന ഉന്തും തള്ളലും നിയന്ത്രണാതീതമായപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. ABVP ജില്ലാ കൺവീനർ അമൽരാജ് ഉൾപ്പെടെയുള്ള ജില്ലാ പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിവിൽ സ്റ്റേഷൻ പരിസരത്തെ ബീവറേജസ് ഔട്ട്ലെറ്റ് പൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തം. OP രാമൻ റോഡിൽ തിങ്കളാഴ്ച ആരംഭിച്ച ഔട്ട്ലെറ്റ് പൂട്ടണമെന്നാവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷൻ, വിവിധ രാഷ്ട്രീയ കക്ഷികൾ തുടങ്ങിയവർ സംയുക്തമായാണ് ധർണാ സമരം നടത്തുന്നത്. ധർണ ഫാദർ സൈമൺ ഉദ്ഘാടനം ചെയ്തു. ബീവറേജസ് കോർപ്പറേഷന്റെ പാവമണി റോഡിലെ മദ്യവിൽപ്പനശാലയാണ് സെൽഫ് പ്രീമിയം സർവീസ് കൌണ്ടറായി ഉയർത്തി സിവിൽ സ്റ്റേഷനടുത്ത് OP രാമൻ റോഡിൽ തിങ്കളാഴ്ച ആരംഭിച്ചത്. കഴിഞ്ഞ മാസം 30 വരെ പാവമണി റോഡിൽ പ്രവർത്തിച്ചിരുന്ന വിൽപ്പനശാല പ്രതിഷേധങ്ങളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് OP രാമൻ റോഡിലേക്ക് മാറ്റിയത്. എന്നാൽ പുതിയ സമരങ്ങളും പ്രതിഷേധവുമായി ഇവിടെയും നാട്ടുകാർ എത്തിയതോടെ സംഭവം വിവാദമായി. പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളും മദ്യവിരുദ്ധ സമിതിയും വിവിധ രാഷ്ട്രീയ കക്ഷികളും നാട്ടുകാരുമാണ് ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ അണിനിരുന്നത്. സമീപവാസികളെ ബുദ്ധിമുട്ടിലാക്കിയും ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചും പ്രവർത്തനമാരംഭിച്ച ഔട്ട്ലെറ്റ് പൂട്ടണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു സമരം. ബീവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ ആരംഭിച്ച ധർണാ സമരം ഫാദർ സൈമൺ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി പ്രവർത്തനം ആരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരെ സമരം നടത്തുന്ന നാട്ടുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ രാഷ്ട്രീയ മുന്നണി നേതാക്കളും എത്തിയിരുന്നു. ജനകീയ സമരത്തിന് നേതൃത്വം നൽകാൻ ഇടതുപക്ഷ സംഘടനകൾ എത്താത്തത് വൻ വിമർശനത്തിന് കാരണമായി. പാർട്ടിക്കെതിരെ രൂക്ഷമായാണ് മദ്യവിരുദ്ധ സമിതി കൺവീനറും CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷാലു പന്തിരങ്കാവ് പ്രതികരിച്ചത്. മദ്യനയത്തിൽ കൃത്യമായ നിലപാടുണ്ടെന്ന് പറയുമ്പോഴും ഇടതുപക്ഷ നേതാക്കൾ സ്ഥലത്തെത്തിയില്ലെന്നും നേതാക്കൾക്ക് ഒത്താശ ചെയ്യാതെ സമരം നടത്താൻ അണികളെങ്കിലും തയ്യാറാവണമായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആരുടെ താൽപര്യമാണ് ഔട്ട്ലെറ്റ് പുനഃസ്ഥാപിക്കുന്നതിനു പിന്നിലെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എവിടെയാണ് ഇടതുപക്ഷം മദ്യനയം പ്രഖ്യാപിച്ചത്? മദ്യ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുവാൻ എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്ന പാർട്ടി വ്യക്തമാക്കേണ്ടതാണ്. ഇത് ഞങ്ങളെപ്പോലെയുള്ള CPM-ൽ വിശ്വസിക്കുന്ന, DYFI-ൽ വിശ്വസിക്കുന്ന ഒരുപാട് സഖാക്കളുണ്ട്. വേദന തിന്നുന്നവർ മനസ്സിലാക്കണം. അവർ ഈ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായി പ്രതികരിക്കുവാൻ DYFI-യുടെ ആത്മബോധമുള്ള നട്ടലുള്ള ചെറുപ്പക്കാർ കടന്നു വരും. യാതൊരു തർക്കവുമില്ല.
ധർണാ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൌൺസിലർമാരായ ജിഷ ഗിരീഷ്, ശോഭിത, BJP ഏരിയ പ്രസിഡന്റ് രാജൻ കാനങ്കോട്ട്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഹരീഷ് തുടങ്ങിയവരും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആഗോളവൽക്കരണ നയങ്ങളുടെ ഫലമായി ക്രയശേഷി കുറയുകയാണെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. CITU ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CITU ജില്ലാ സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. ടാഗോർ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആഗോളവൽക്കരണ നയങ്ങളുടെ ഫലമായി ക്രയശേഷി കുറയുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഓരോ രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പണിമുടക്കുകളിലൂടെയും ഇന്ന് ബോധ്യമായിട്ടുണ്ട്. ആ നയങ്ങളാണ് ലോകത്തെ ഇനി രക്ഷിക്കാൻ പര്യാപ്തമായ നയങ്ങളെന്നാണ് അതിന്റെ സൃഷ്ടാക്കൾ അവകാശപ്പെട്ടത്. ഉൽപ്പന്നങ്ങളുടെ വിപണി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. വിപണി സജീവമാകണമെങ്കിൽ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കണം. ഈ തകർച്ചയ്ക്ക് കാരണം ആഗോളവൽക്കരണ നയം തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CITU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. A. പ്രദീപ്കുമാർ MLA, T. ദാസൻ MLA, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കാട്ടാക്കട ശശി, സംസ്ഥാന സെക്രട്ടറി P. നന്ദകുമാർ, M. ഭാസ്കരൻ, ജില്ലാ ഭാരവാഹി സുബ്രഹ്മണ്യൻ, CP സുലൈമാൻ, K. ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗാന്ധി ജയന്തി വാരാഘോഷങ്ങളുടെ ഭാഗമായി ഗാന്ധി പീസ് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. നടക്കാവ് ഗവൺമെന്റ് TTIയിൽ നടന്ന ക്ലാസ് പ്രൊഫസർ OJ ചിന്നമ്മ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 2 മുതൽ 8 വരെയാണ് ജില്ലയിൽ ഗാന്ധി ജയന്തി വാരാഘോഷങ്ങൾ. ഒരാഴ്ച നീളുന്ന ആഘോഷങ്ങളോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികളാണ് ഗാന്ധി പീസ് ഫൌണ്ടേഷൻ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടക്കാവ് ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗാന്ധിയൻ ദർശനം വിദ്യാർത്ഥികൾക്ക് എന്ന വിഷയത്തിൽ നടന്ന പഠന ക്ലാസ് പ്രൊഫസർ OJ ചിന്നമ്മ ഉദ്ഘാടനം ചെയ്തു. പരസ്പര സ്നേഹവും അഹിംസയും അധ്യാപകരുടെ കൈമുതലായിരിക്കണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അഹിംസ അധ്യാപകർ ശീലിച്ചെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ സാധിക്കൂ. പരസ്പര സ്നേഹം ഇതിന് മുതൽക്കൂട്ടാവുമെന്നും അവർ വ്യക്തമാക്കി. ഇത് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഗാന്ധിജി പഠിപ്പിച്ചു വെച്ചത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞൊരു വാചകം, ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ എനിക്ക് ഈ ലോകത്തെ ഒന്നും പഠിപ്പിക്കാനില്ല. അഹിംസ അത് നിങ്ങൾ ശീലിക്കുക തന്നെ വേണം മക്കളെ, അധ്യാപകർ പ്രത്യേകിച്ച്. ഗാന്ധി പീസ് ഫൌണ്ടേഷൻ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് T. ബാലകൃഷ്ണൻ ഗാന്ധിയൻ ദർശനവും അധ്യാപന കലയും എന്ന വിഷയത്തിൽ സംസാരിച്ചു. പഠന ക്ലാസിന് ഗാന്ധി പീസ് ഫൌണ്ടേഷൻ പ്രസിഡന്റ് C. കൃഷ്ണൻ മൂസ്, P. ശിവാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി വാരാഘോഷങ്ങളുടെ ഭാഗമായി വരുന്ന 3 ദിനങ്ങളിൽ വ്യത്യസ്തമാർന്ന പരിപാടികളാണ് ജില്ലയിൽ നടക്കുക. ഒക്ടോബർ 5 ബുധനാഴ്ച സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രസംഗ പ്രബന്ധ മത്സരങ്ങൾ നടക്കും. ഒക്ടോബർ 6 ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രശ്നോത്തരി, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രസംഗ പ്രബന്ധ മത്സരങ്ങളും ഉണ്ടായിരിക്കും. ശനിയാഴ്ച ലോക്നായക് ജയപ്രകാശ് നാരായണൻ അനുസ്മരണ സമ്മേളനത്തോടെ ജില്ലയിലെ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുഖ്യമന്ത്രിയുടെ കടാശ്വാസ പദ്ധതിയിൽ സഹകരണ ബാങ്കുകളെ ഉൾപ്പെടുത്തി പട്ടികജാതി പട്ടികവർഗക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻസ് ആവശ്യപ്പെട്ടു. പട്ടികജാതിക്കാർക്കിടയിൽ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംവരണ മണ്ഡലം MLA-മാർ നിയമസഭയിൽ നോക്കുകുത്തികളായി മാറുകയാണെന്ന് നാഷണൽ SC/ST ഓർഗനൈസേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗക്കാരുടെ നീറുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാത്ത സംവരണ മണ്ഡലം MLA-മാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ 26 നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ ദളിത് ആദിവാസി പ്രതിഷേധ നിയമസഭ കൂടും. മുഖ്യമന്ത്രിയുടെ കടാശ്വാസ പദ്ധതിയിൽ സഹകരണ ബാങ്കുകളെ ഉൾപ്പെടുത്തി സംസ്ഥാന പട്ടികജാതി വർഗക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളുക, പട്ടികജാതി പട്ടികവർഗ കടാശ്വാസ കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കലും എറണാകുളത്തും കോഴിക്കോട്ടുമുള്ള കളക്ടറേറ്റ് പടിക്കലും ഒക്ടോബർ 18 കൂട്ടധർണ നടത്തും. പുതിയ ജാതികളെ പട്ടികജാതി വർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുതെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങി കേന്ദ്ര സംസ്ഥാന സർവീസിൽ ജോലിയിൽ പ്രവേശിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് കിർത്താഡ്സ് ആസ്ഥാനത്തേക്ക് നവംബർ 3 നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തുമെന്നും രാംദാസ് വേങ്ങേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി.
ഇനി ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. BCC ഇന്റർനാഷണൽ, ദ ഗ്ലോബൽ സൊല്യൂഷൻ ഫോർ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് നീഡ്സ്. BCC എൻക്ലേവ്, മാവൂർ റോഡ്, കോട്ടളി, കാലിക്കറ്റ്. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are settled, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ബോധി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അഭിലാഷ് അനുസ്മരണവും അവാർഡ് ദാനവും പുസ്തക പ്രകാശനവും ഒക്ടോബർ 8 നടക്കും. അളകാപുരിയിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ അവാർഡ് ദാനം നിർവഹിക്കും. ചെറുവയൽ രാമൻ എന്ന ആദിവാസി കർഷകനാണ്. ഇദ്ദേഹം 41ഓളം പാരമ്പര്യ നെൽവിത്തുകൾ അതിൻ്റെ സൂക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രചരണത്തിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക കൂട്ടായ്മയായ ബോധി ചാരിറ്റബിൾ സൊസൈറ്റി അകാലത്തിൽ വേർപിരിഞ്ഞ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ജൈവ കർഷകനുമായ അഭിലാഷിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ അവാർഡ് വയനാട്ടിലെ നെൽകർഷകൻ ചെറുവയൽ രാമന് നൽകും. 25,000 രൂപയും ഫലകവുമാണ് അവാർഡ്. ഒക്ടോബർ 8 ശനിയാഴ്ച അളകാപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ അവാർഡ് സമ്മാനിക്കും. KP പ്രഭാകരൻ നായർ അഭിലാഷ് സ്മാരക പ്രഭാഷണം നടത്തും. ബോധി അംഗം PK സുദേവിന്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുമെന്നും സംഘാടകരായ T നിഷാദ്, ഡോക്ടർ T രാമചന്ദ്രൻ തുടങ്ങിയവർ പറഞ്ഞു. കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരുടെ സൌഹൃദ കൂട്ടായ്മയായ പ്രസ് ആപ്പിന്റെ 2ാം വാർഷികം പ്രസ് ക്ലബ്ബ് മലപ്പുറം P മൂസ ഹാളിൽ നടന്നു. ഗ്രൂപ്പ് അഡ്മിൻ വിനോദ് താമരശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി. മധുരം പങ്കുവെക്കലും സൌഹൃദ സംഭാഷണവും നടന്നു. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയായ പ്രസാപ് 2ാം വാർഷികം ആഘോഷിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബിലെ മലപ്പുറം P മൂസ ഹാളിൽ നടന്ന മാധ്യമപ്രവർത്തകരുടെ ഒത്തുചേരലിൽ സൌഹൃദം ഊട്ടിയുറപ്പിക്കാനും ക്ഷേമ പ്രവർത്തനങ്ങൾ സജീവമാക്കാനും തീരുമാനിച്ചു. ഗ്രൂപ്പ് അഡ്മിൻ മെട്രോ വാർത്താ റിപ്പോർട്ടർ വിനോദ് താമരശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി. ഗ്രൂപ്പ് അംഗങ്ങളായ കാലിക്കറ്റ് പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റും സുപ്രഭാതം ബ്യൂറോ ചീഫുമായ EP മുഹമ്മദ്, ദി ഹിന്ദു റിപ്പോർട്ടർ മിതോഷ് ജോസഫ്, ദേശാഭിമാനി റിപ്പോർട്ടർ പ്രജോഷ് എന്നിവർ സൌഹൃദ കൂട്ടായ്മയായ പ്രസാപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഗ്രൂപ്പിന്റെ ഭാവി പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താനും കൂട്ടായ്മ തീരുമാനിച്ചു. 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായ കേക്ക് മുറിക്കൽ ഗ്രൂപ്പ് അംഗമായ വർത്തമാനം ബ്യൂറോ ഇൻചാർജ് നസീർ ബാബു നിർവഹിച്ചു. ചന്ദ്രിക ബ്യൂറോ ചീഫ് ലുക്മാൻ മമ്പാട്, തേജസ് ബ്യൂറോ ചീഫ് സൈനുൽ ആബിദീൻ, മാതൃഭൂമി റിപ്പോർട്ടർ നീനു മോഹൻ, ഡക്കാൻ ക്രോണിക്കൽ റിപ്പോർട്ടർമാരായ ഹരിഗോവിന്ദ്, അനുപമ മിലി, വീക്ഷണം റിപ്പോർട്ടർ അജയ് ശ്രീശാന്ത്, ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടർ KM ശ്രീ, ദീപിക റിപ്പോർട്ടർ പ്രബൽ ഭരതൻ, ജന്മഭൂമി റിപ്പോർട്ടർ P ഷിമിത്ത്, കേരള കൗമുദി റിപ്പോർട്ടർ നിധിൻ, മാധ്യമ റിപ്പോർട്ടർമാരായ ഗാർഗി, ജിനു നാരായണൻ, ചന്ദ്രിക റിപ്പോർട്ടർമാരായ ഷറഫുദ്ദീൻ, ഇർഷാദ് ചിക്കു, സുപ്രബോധം റിപ്പോർട്ടർ ശ്രുതി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. 2014 ഒക്ടോബർ 3 പ്രസാപ്പ് എന്ന മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത്. കോഴിക്കോട് എല്ലാ ദിനപത്രങ്ങളിലും പ്രാദേശിക TV ചാനലുകളിലും പ്രവർത്തിക്കുന്ന 70ൽ പരം മാധ്യമ പ്രവർത്തകരാണ് ഗ്രൂപ്പ് അംഗങ്ങൾ. മാധ്യമ പ്രവർത്തകർക്ക് വാർത്തകളുടെ സൌഹൃദം സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ നൽകുവാനും സൌഹൃദം കാത്തുസൂക്ഷിക്കാനുമാണ് പ്രസാപ്പ് നിലകൊള്ളുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വ്യാജ വാറ്റുകേന്ദ്രത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 2 പേർ പിടിയിലായി. കൊയിലാണ്ടി SI നുപുൺ ശങ്കറിന്റെ നേതൃത്വത്തിൽ പുലർച്ചെ 2 മണിയോടെയാണ് നടുവത്തൂരിലെ വ്യാജ വാറ്റുകേന്ദ്രത്തിൽ മിന്നൽ പരിശോധന നടത്തിയത്. കൊയിലാണ്ടി നടുവത്തൂരിൽ വ്യാജവാറ്റ് കേന്ദ്രത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 2 പേർ പിടിയിലായി. 2000 ലിറ്റർ വാഷും 500 ലിറ്റർ ചാരായവും മറ്റ് വാറ്റുപകരണങ്ങളും കണ്ടെടുത്ത് നശിപ്പിച്ചു. നടുവത്തൂർ സ്വദേശികളായ കോഴിത്തുമ്മൽ വേലായുധൻ, ലാലു എന്നിവരാണ് പിടികൂടിയത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു റെയ്ഡ് ആരംഭിച്ചത്. നെല്ലിയാടി പുഴയോട് ചേർന്ന ആളൊഴിഞ്ഞ സ്ഥലത്താണ് വ്യാജവാറ്റ് നിർമ്മിച്ച് വിൽപ്പന നടത്തിവന്നത്. കാലത്ത് വാറ്റാരംഭിച്ചാൽ ഈ ഭാഗത്തേക്ക് വരുന്ന ആളുകളെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘം തന്നെ വാറ്റുകാരുടെ കീഴിലുണ്ട്. വാറ്റിയെടുക്കുന്ന ചാരായം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതാണ് പതിവ്. വർഷങ്ങളായി ഇവിടെ വാറ്റ് നടത്തിവരുന്ന ഇവരുടെ പേരിൽ നിരവധി അബ്കാരി കേസുകളും നിലവിലുണ്ട്. SI നിപുൺ ശങ്കറിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതായി CI U ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.
AR റഹ്മാന്റെ 34ഓളം അനശ്വര ഗാനങ്ങൾ കോർത്തിണക്കി ദൈവം തന്ന പൂവേ സംഗീത പരിപാടി കോഴിക്കോട്ട് അരങ്ങേറി. ഗായിക കീർത്തന ശബരീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ടൗൺ ഹാളിൽ പരിപാടി അവതരിപ്പിച്ചത്. AR റഹ്മാന്റെ മാന്ത്രിക സംഗീതവുമായി ഗായിക കീർത്തന ശബരീഷിന്റെ ഒരു ദൈവം തന്ന പൂവേ സംഗീത പരിപാടി കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. കിടപ്പ് രോഗികളുടെ ചികിത്സാ സഹായം ലക്ഷ്യമിട്ടാണ് സ്വാതന്ത്ര്യ സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. തിങ്ങിക്കൂടിയ സംഗീത ആസ്വാദകർക്കായി ദൈവം തന്ന പൂവേ, മലർകളെ തുടങ്ങിയ അനശ്വര റഹ്മാൻ ഗാനങ്ങൾ അരങ്ങിലെത്തി. AR റഹ്മാൻ സംഗീതം നൽകിയ 34 പാട്ടുകളാണ് 5 മണിക്കൂർ നീണ്ട സംഗീത പരിപാടിയിൽ കീർത്തന ആലപിച്ചത്. ശ്രീകല, റോഷ്നി രൂപേഷ്, സലീഷ് ശ്യാം, ആര്യ മോഹൻദാസ്, ഷിജു, ആതിര, രഗിലേഷ്, നിതീഷ്, ഉണ്ണിമായ തുടങ്ങിയവരും ഗാനങ്ങളുമായി വേദിയിലെത്തി. രജീഷ്, രാജഗോപാൽ, ഡൊമിനിക് മാർട്ടിൻ എന്നിവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത്. പരിപാടികൾ PV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. M സോമൻ അധ്യക്ഷനായിരുന്നു. തെയ്യനാശൻ മ്യൂസിക് ഫൗണ്ടേഷന്റെ സംഗീത പുരസ്കാരം കർണാടക സംഗീതജ്ഞൻ PK ബാലകൃഷ്ണനും ഗായകശ്രീ പുരസ്കാരം സുനിൽകുമാറിനും സമ്മാനിച്ചു. ഹരിപ്പാട് KPN പിള്ള, വിജയ് സുർസൻ, PT ജനാർദ്ദനൻ, രാജേഷ് മണ്ണറക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ GST അവലോകനം സംഘടിപ്പിച്ചു. കസ്റ്റംസ് കമ്മീഷണർ KN രാഘവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. GST വരുമ്പോൾ കേരളത്തിൽ വരുമാന വർധനവ് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചരക്കു സേവന നികുതി സമ്പ്രദായം വരുന്നതോടെ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ വരെ വരുമാന വർധനവ് ഉണ്ടാകുമെന്ന് കസ്റ്റംസ് കമ്മീഷണർ KN രാഘവൻ പറഞ്ഞു. ദേവഗിരി കോളേജ് ഓഫ് കോമേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വിഭാഗം സംഘടിപ്പിച്ച GST ഒരു അവലോകനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1950 to 2016, we have imposed a tax on almost all goods manufactured, almost all services provided at the union level, and there is a tax on the sales of goods at the level of the state government. So this is a taxation system in existence as on date. നികുതി വെട്ടിപ്പ് കുറയുകയും അതിലൂടെയുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. ഓരോ സംസ്ഥാനങ്ങളും വിവിധങ്ങളായ നികുതി നിരക്കുകളാണ് ഈടാക്കുന്നത്. ഇതെല്ലാം ഇവിടേക്ക് മുതൽ മുടക്കാൻ വരുന്നവരെ പിന്നോട്ടടിപ്പിക്കുന്നു. വിവിധ നികുതികൾ ഒഴിവാക്കി ഏകീകൃത നിരക്ക് വരുന്നതോടെ ഇതിൽ നിന്നെല്ലാം മാറ്റമുണ്ടാകുമെന്ന് മാത്രമല്ല അത് ഉപഭോക്താക്കൾക്ക് ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും ബില്ലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാർഷിക കയറ്റുമതി 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർ നിർബന്ധമായും നികുതി നൽകണം. 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഫയൽ ചെയ്ത് സൂക്ഷിക്കണം. നികുതി നിരക്കുകൾ സംബന്ധിച്ച് GST കൌൺസിലറാണ് തീരുമാനമെടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ദേവഗിരി കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ NJ ആൻഡോ അധ്യക്ഷം വഹിച്ചു. കോളേജ് മാനേജർ ഫാദർ ജോസഫ് പൈക്കട കസ്റ്റംസ് കമ്മീഷണർക്ക് ഉപഹാരം സമ്മാനിച്ചു. കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ MK ബേബി, അസിസ്റ്റന്റ് പ്രൊഫസർ P അഖിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ കവാടത്തിൽ നിരാഹാരം നടത്തുന്ന MLA-മാരുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് INTUC ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധം നടത്തി. LIC കോർണറിൽ INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ നിരാഹാര സമരം നടത്തുന്ന MLA-മാരുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ കിഡ്സങ്കോറലിൽ നടന്ന പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. INTUC അഖിലേന്ത്യാ സെക്രട്ടറി MP പത്മനാഭൻ, MK ബീരാൻ, DCC വൈസ് പ്രസിഡന്റ് EV ഉസ്മാൻ കോയ, അഡ്വക്കേറ്റ് സുനീഷ് മാമിയിൽ, PMA നാസർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഇനി ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. BCC ഇന്റർനാഷണൽ, ദ ഗ്ലോബൽ സൊല്യൂഷൻ ഫോർ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് നീഡ്സ്. BCC എൻക്ലേവ്, മാവൂർ റോഡ്, കോട്ടളി, കാലിക്കറ്റ്. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്.
വാർത്തകൾ തുടരുന്നു. രാജ്യം 2.5 വർഷം കാത്തിരുന്നിട്ടും നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്ത നല്ല ദിനം വന്നിട്ടില്ലെന്ന് NCP ദേശീയ ജനറൽ സെക്രട്ടറിയും MP-യുമായ താരിഖ് അൻവർ. കോഴിക്കോട്ട് നടന്ന NCP സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന നടപടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്നതെന്ന് NCP ദേശീയ ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ MP പറഞ്ഞു. ടാഗോർ സെന്ററിന് ഹാളിൽ NCP സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതരത്വമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലാണ് മുൻഗാമികൾ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. എന്നാൽ ഒരു മതത്തിന് മാത്രം പ്രാമുഖ്യം നൽകുകയാണ് മോദി. മതേതരത്വത്തിലൂടെ മാത്രമേ ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ കഴിയൂ. രാജ്യമനസ്സിനെ ശിഥിലമാക്കിയതിനു പുറമെ യുവാക്കൾക്കും കർഷകർക്കും നൽകിയ വാഗ്ദാനങ്ങൾ പോലും മോദി പാലിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ ആമുഖ ഭാഷണം നടത്തി. NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ അധ്യക്ഷം വഹിച്ചു. ദേശീയ സെക്രട്ടറി TP പീതാംബരൻ മാസ്റ്റർ, ദേശീയ സെക്രട്ടറി ജിമ്മി ജോർജ്, മുഹമ്മദ് ഫൈസൽ MP, NCP ലക്ഷദ്വീപ് പ്രസിഡന്റ് അബ്ദുൾ മുത്തലിബ്, ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നേരത്തെ ലഹരി വിമോചന കേന്ദ്രം പ്രവർത്തിച്ച കെട്ടിടത്തിൽ ബീവറേജ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാല ആരംഭിക്കുന്നു. സിവിൽ സ്റ്റേഷന് സമീപമാണ് സെൽഫ് പ്രീമിയം സർവീസ് കൌണ്ടർ ആരംഭിക്കുന്നത്. നേരത്തെ പാവമണി റോഡിൽ പ്രവർത്തിച്ച സ്ഥാപനമാണ് ഇവിടേക്ക് മാറ്റുന്നത്. ഉപഭോക്താക്കൾക്ക് വരി നിൽക്കാതെയും വിദേശമദ്യം വാങ്ങാൻ കഴിയുന്ന സെൽഫ് പ്രീമിയം സർവീസ് കൌണ്ടർ സിവിൽ സ്റ്റേഷൻ OP രാമൻ റോഡിലെ MG ആർക്കഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ബീവറേജ് കോർപ്പറേഷന്റെ പാവമണി റോഡിലെ വിൽപ്പനശാലയാണ് ഇവിടേക്ക് മാറ്റുന്നത്. വിൽപ്പനശാലയുടെ ഭാഗമായി 2 സാധാരണ കൌണ്ടറുകൾ കെട്ടിടത്തിന്റെ താഴെ നിലയിൽ കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തിച്ചു തുടങ്ങി. മദ്യം എത്തിച്ച് സജ്ജീകരിക്കാൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ സെൽഫ് സർവീസ് കൌണ്ടർ പ്രവർത്തിച്ചു തുടങ്ങും. 700 രൂപയ്ക്ക് മുകളിലുള്ള പ്രീമിയം ഇനങ്ങളായിരിക്കും ഇവിടെ ലഭിക്കുക. ആവശ്യക്കാരനെ വരി നിൽക്കാതെ സ്വയം തിരഞ്ഞെടുക്കാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. പ്രവർത്തന സമയം, ഒരാൾക്ക് എത്ര കുപ്പി എന്നിങ്ങനെയുള്ള നിബന്ധനകളെല്ലാം സാധാരണ വിൽപ്പനശാലകളിൽ ഉള്ളതുപോലെ തന്നെയാണ്. കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയ കൌണ്ടറുകളിൽ രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു. അതേ തുടർന്ന് OP രാമൻ റോഡിൽ ഗതാഗത കുരുക്കമുണ്ടായി. കഴിഞ്ഞ 30 വരെ പാവമണി റോഡിൽ പ്രവർത്തിച്ചിരുന്ന വിൽപ്പനശാലയ്ക്കെതിരെ ഒട്ടേറെ പ്രതിഷേധങ്ങളും പരാതികളും ഉയർന്നതിനാലാണ് OP രാമൻ റോഡിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഇവിടെ അടുത്തു തന്നെ ഒരു കള്ള് ഷാപ്പുമുണ്ട്. നേരത്തെ ലഹരി വിമോചന കേന്ദ്രം പ്രവർത്തിച്ച കെട്ടിടത്തിലാണ് പുതിയ ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് വന്നിരിക്കുന്നത്. അതിനിടെ OP രാമൻ റോഡിലെ വിദേശ മദ്യ വിൽപ്പനശാലയ്ക്ക് ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ട്രേഡ് ലൈസൻസ് നൽകരുതെന്നാവശ്യപ്പെട്ട് റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൌൺസിലർ KC ശോഭിത ഇക്കാര്യം കഴിഞ്ഞ ദിവസം നടന്ന കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഗാന്ധി സ്മൃതി സംഗമം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനവിരുദ്ധ നയങ്ങളുമായി രാജ്യം ഭരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടുവട്ടം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ ബേപ്പൂരിലെ പഴയകാല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരെയും ജില്ലാ ഭാരവാഹികളായിരുന്നവരെയും പഴയകാല സജീവ പ്രവർത്തകരെയും കലാകായിക രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെയും മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്നവരെയും ഉമ്മൻചാണ്ടി ആദരിച്ചു. പരിപാടിയിൽ KC അബു, N സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് T സിദ്ദിഖ് എന്നിവരും സന്നിഹിതരായിരുന്നു. DCC ജനറൽ സെക്രട്ടറിമാരായ രമേശ് നമ്പ്യത്ത്, KA ഗംഗേഷ്, MP ജനാർദ്ദനൻ, P രാധാകൃഷ്ണൻ, P കുഞ്ഞിമൊയ്തീൻ, V മുഹമ്മദ് ഹസൻ, K സുരേഷ്, KP നിഷാദ്, K തസ്വീർ ഹസൻ, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് PP നൌഷീർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ, INTUC അഖിലേന്ത്യാ സെക്രട്ടറി MP പത്മനാഭൻ, ബേപ്പൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AM അനിൽകുമാർ, മറ്റ് ഭാരവാഹികളായ അൻവർ മാത്തോട്ടം, ഷെറീന M, KV വിജീഷ്, P ശാലിനി, AV ഗിരീഷ്, K വേണുഗോപാൽ, രാജീവ് തിരുച്ചിറ, A രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. CH സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ വിദ്യാഭ്യാസ അവാർഡ് CM നജീബിന്. ഒക്ടോബർ 10 കോഴിക്കോട്ട് നടക്കുന്ന CH അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. മുൻ കേരള മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയുടെ സ്മരണാർത്ഥം CH സോഷ്യോ കൾച്ചർ ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ വിദ്യാഭ്യാസ അവാർഡിന് CM നജീബിനെ തിരഞ്ഞെടുത്തു. വിദേശ മലയാളികൾക്കിടയിലും സ്വദേശത്തും വിദ്യാഭ്യാസ, ആരോഗ്യ, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നടത്തിയ സ്തുത്യർഹമായ സേവനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നത്. ഒക്ടോബർ 9 ഞായറാഴ്ച മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടക്കുന്ന CHന്റെ 33ാം ചരമവാർഷിക ദിന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും.
ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി MP അബ്ദുസ്സമദ് സമദാനി, ഡോക്ടർ MK മുനീർ MLA തുടങ്ങിയവരും പങ്കെടുക്കും. ബേപ്പൂരിലെ തലമുതിർന്ന CPIM നേതാവും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന T. ഹസന്റെ നിര്യാണത്തിൽ പൌരാവലി അനുശോചിച്ചു. 6 പതിറ്റാണ്ട് കാലത്തോളം ബേപ്പൂരിന്റെ സമഗ്ര വികസനത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി കാവലാളായി നിന്ന മഹത് വ്യക്തിയായിരുന്നു ഹസൻ ക എന്ന് അനുശോചന പ്രമേയം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ V. ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പരേതനായ തറയിൽ മമ്മു, കോട്ടപ്പുറം ഉണ്ണിയാച്ചുമ്മ ദമ്പതികളുടെ മകനായി 1940-ലാണ് ഹസന്റെ ജനനം. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ബേപ്പൂർ ഹൈസ്കൂളിൽ വിമോചന സമരത്തിനെതിരായി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് പൊതുരംഗത്തേക്ക് കടന്നുവന്ന ഹസൻ ക ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവായി ഉയർന്നുവന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. പൌരാവലിയുടെ നേതൃത്വത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ V. ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. K. രാജീവ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. 60 വർഷത്തോളം ബേപ്പൂരിന്റെ സമഗ്ര വികസനത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി നിലകൊണ്ട കാവലാളായിരുന്നു ഹസൻ ക എന്ന് അനുശോചന പ്രമേയത്തിൽ പറഞ്ഞു. വേർപാട് പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും തീരാ നഷ്ടമെന്നും പൌരാവലി അനുശോചിച്ചു. അനുശോചന യോഗത്തിൽ M. ഗിരീഷ്, പിലാക്കാട്ട് ഷൺമുഖൻ, MI മുഹമ്മദ്, VP ശിവദാസൻ, ബഷീർ അഹമ്മദ്, M. ബഷീർ, CP ഹമീദ്, N. സതീശൻ, TC രാജൻ, N. ബാബുരാജ്, M. രാജഗോപാൽ, P. പീതാംബരൻ, M. മുഹമ്മദ് കോയ, KP റാഫി, കരുവള്ളി ശശിധരൻ എന്നിവരും നിരവധി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. സ്തനാർബുദത്തെപ്പറ്റി ബോധവൽക്കരണം നടത്തുവാനും സ്ത്രീകളെ ശാക്തീകരിക്കുവാനും പിങ്ക് ഒക്ടോബർ ആചരിച്ച് കോഴിക്കോട് ആസ്റ്റർ മിംസ്. പിങ്ക് ഒക്ടോബറിൽ നിരവധി പരിപാടികളാണ് മിംസ് ഒരുക്കിയത്. സ്തനാർബുദത്തിനെതിരെയുള്ള പ്രവർത്തനം ശക്തമാക്കുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും കോഴിക്കോട് ആസ്റ്റർ മിംസിൽ പിങ്ക് ഒക്ടോബർ മാസാചരണ പരിപാടികൾക്ക് തുടക്കമായി. സ്തനാർബുദത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനും ഇതിനെതിരെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുമായി ലോകവ്യാപകമായി ഒക്ടോബർ മാസത്തിൽ വിപുലമായ പരിപാടികൾ നടത്താറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ആസ്റ്റർ മിംസ് ഓങ്കോളജി വിഭാഗം പിങ്ക് ഒക്ടോബർ ആചരിക്കുന്നത്. ഒക്ടോബർ 5 മുതൽ 31 വരെ സ്തനാർബുദ സ്ക്രീനിംഗ് പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പിങ്ക് ഒക്ടോബർ മാസാചരണത്തിൽ ക്യാൻസർ നിർണയ ആനുകൂല്യങ്ങളും മിംസ് ലഭ്യമാക്കും. ഒക്ടോബർ 20-21 തീയതികളിൽ ആർട്ട് തെറാപ്പി ഒരുക്കിയിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ മിംസ് നടത്തുന്ന അവയർനെസ് ക്യാമ്പയിനായ ടച്ച് സ്ക്രീൻ ക്യാമ്പയിനിന്റെ മൈക്രോസൈറ്റ് പ്രകാശനം ചെയ്ത് ഓങ്കോളജി HOD ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഈ പിങ്ക് ഒക്ടോബർ ആചരിക്കുന്ന വഴി ലോകത്തിലൊട്ടാകെ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു അവയർനെസ് ബോധവൽക്കരണം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തുടർന്ന് ആശുപത്രി ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ചേർന്ന് പിങ്ക് ബലൂണുകൾ ആകാശത്തിലേക്ക് പറത്തി. ചടങ്ങിൽ ഡോക്ടർ ഹംസ, ഡോക്ടർ രാഹുൽ മേനോൻ, ഡോക്ടർ സലീം VP, ഡോക്ടർ രാമകൃഷ്ണൻ, ഡോക്ടർ ഷംസുദ്ദീൻ, ഡോക്ടർ റോഷ്നാര അഷ്റഫ്, ഷീലാമ്മ ജോസഫ്, അജേഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനവാസ കേന്ദ്രത്തിന് മുന്നിൽ ബീവറേജ് ഔട്ട്ലെറ്റ് വന്നതിനെതിരെ ജനരോഷം ശക്തം. സിവിൽ സ്റ്റേഷന് മുന്നിലെ ബീവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ നാട്ടുകാരുടെ ധർണാ സമരം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ ABVP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് പരിക്ക്. ആഗോളവൽക്കരണ നയങ്ങളുടെ ഫലമായി ക്രയശേഷി കുറയുകയാണെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. CITU ജില്ലാ സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.